അപ്പോൾ കാശ്മീരിലുള്ള സെക്കൻഡ് ഡേ ആയിട്ട് ഇന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് പഹൽഗാമാണ്. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് ഒക്കെ നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ വണ്ടിയിൽ 10-30 പേരുണ്ടാവും. നമുക്ക് ഈ വണ്ടിയിൽ നമ്മൾ കറക്റ്റ് ഓരോ സ്ഥലത്തും പോയിട്ട് ആ ട്രാവൽ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ഫീസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ ചാർജ് നമ്മൾ സെപ്പറേറ്റ് അറിയണം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന പഹൽഗാമിലാണ് കഴിഞ്ഞ കാശ്മീരിൽ മറ്റേ വെടിവെപ്പൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള 3 ഇതുകളാണുള്ളത്, ആക്ടിവിറ്റീസാണുള്ളത്. ഒന്ന് നമുക്ക് കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ കഴുതപ്പുറത്ത്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്. പക്ഷേ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ബൈക്കാണെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് നമ്മൾ മുകൾക്ക് എത്തും. അതിൻ്റെ ആവശ്യമുള്ളത് ഒരു അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. അതായത് മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാണ്, 2 സൈഡിലും മഞ്ഞിങ്ങനെ മൂടി കിടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ കുതിരപ്പുറത്ത് പോകാൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ഉള്ളവരൊക്കെ മോട്ടറാക്കും ചെയ്ത്, പിന്നെ എല്ലാവരും കുതിരപ്പുറത്ത് പോവുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കാരം, ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഇതൊരു റിഗ്രറ്റ് അടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കയറിയപ്പോൾ ഞാനും കയറി. പക്ഷേ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങണത് നമുക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ല. കാരണം ഇത് അത്യാവശ്യം ഒരുപാട് നടക്കാനും ഉണ്ട്. പിന്നെ ഈ കുതിരകളൊന്നും പറഞ്ഞത് കേൾക്കൂല. അതങ്ങനെ അതൊരു പോക്കിങ്ങനെ പോയി നമ്മളതിൻ്റെ പുറത്ത് ഇങ്ങനെ കുത്തിറക്കും. അതാണ് അവസ്ഥ. ചാടി കുലുങ്ങി മറ്റേ ഗട്ടറുള്ള റോട്ടിൽ കൂടെ പോണ പോലൊക്കെ അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ മരത്തുമതൊക്കെ മഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ തലമുഖമൊക്കെ ചാടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും കുരുക്കളുടെ കൂടി കുതിരനെ നോക്കാൻ ഒരു ഭയമാണ് കേട്ടോ. പക്ഷേ സാധാരണ ഓരോ കുതിരക്കും ഓരോരുത്തരുണ്ടെങ്കിലുള്ള ഈ കുതിര ഒന്ന് പറഞ്ഞത് കേൾക്കുക. പക്ഷേ നമ്മൾ കുതിരയ്ക്ക് 2 കൂടി ഒന്നായതുകൊണ്ട് ഇത് പോണ വഴിക്ക് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ കുതിരനെ പിടിക്കാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. കാരണം കുതിര ഫ്രീ ആയിട്ട് പോണവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. സ്നോ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, സ്നോ സ്ലൈഡിങ് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മഞ്ഞിലൊക്കെ കളിച്ചിട്ട് നമ്മൾ തിരിച്ചു അതുപോലെ തന്നെ തിരിച്ചിറങ്ങാണ് വേണ്ടത്. എന്തായാലും നമുക്ക് അന്നത്തെ ദിവസം അതിന് മാത്രമേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു.